പോട്ടെ, രാവിലെ പോകണ്ടേ? ആ മഴയൊന്നും പെയ്തില്ല. പക്ഷെ മഴക്കോളുണ്ട്, തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. മഴ പെയ്തില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറി അമ്മയ്ക്ക് കൊടുക്കാനുള്ള പാല് വാങ്ങിച്ചു. പിന്നെ എൻ്റെ തേങ്ങാപ്പൊടി തീർന്നായിരുന്നു, ഇതും മേടിച്ചുകൊണ്ട് ഇനി പോരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ അമ്മയുടെ അടുക്കലായിരുന്നു രാത്രി കിടന്നത്, അത്താഴം കഴിച്ചതും എല്ലാം അവിടുന്ന്. ഇന്നും നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്ന് 1-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഇന്നും അവിടെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നും അവിടെ തന്നെയാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഒത്തിരി പേര് പറഞ്ഞു അമ്മയുടെ അടുക്ക പോയത് സമാധാനമുണ്ട്, മഴ പെയ്യുമ്പോഴും അങ്ങനെയൊക്കെ മോനുകുട്ടൻ പേടിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അമ്മയുടെ അടുക്കലാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രിയങ്ങൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹം. അമ്മയുടെ അടുക്കൽ ദിവസവും പോയി താമസിക്കലൊന്നും നടക്കത്തില്ല. നമ്മൾ വാടക വീട് എടുത്ത സമയത്തും ആരൊക്കെയോ ചോദിച്ചായിരുന്നു അമ്മയുടെ കൂടെ താമസിച്ചാൽ പോരായിരുന്നോ എന്ന്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടിടാനുള്ള ഇടവില്ല. രണ്ടാമത്തെ കാര്യം, എന്താ പറയുന്നത്, എന്നും അവിടെ താമസിക്കുന്നത് അത്ര ഇതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് തോന്നുന്നു. ഈ സാധനങ്ങൾ ഇപ്പം തന്നെ കുറേ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെ കുറേ സാധനങ്ങൾ നമ്മൾ പാക്കറ്റൊന്നും പൊട്ടിക്കാതെ കൊണ്ടുവന്ന പോലെ വെച്ചേക്കുക. അവിടെ അമ്മയ്ക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് അവിടുത്തെ സാധനങ്ങൾ, അവിടുത്തെ പാത്രങ്ങളും കുറേ സാധനങ്ങൾ വെക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുക്കളയൊന്നും വെച്ചിട്ടില്ല, ഷെൽഫില്ല, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ ഇതുപോലെ തന്നെ അവിടെ അടുക്കിപ്പെറുക്കി അവിടെയൊക്കെ വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും കൂടെ ചെന്ന് കൂടി താമസിക്കുക എന്ന് പറഞ്ഞാൽ, സ്ഥിരമായിട്ട് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ പോയി നിന്ന് വന്ന് പോന്ന് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുളിച്ച് ജീവിച്ച് അങ്ങോട്ട് പോകാം. വണ്ടി ഒന്ന് കഴുകണം, വണ്ടി ഒന്ന് നിറച്ചും ചള്ളയായി. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കുളിച്ച് ഒന്ന് പോകാം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മോനുകുട്ടന് ഇടി വെട്ടി പേടിച്ച്, അത് കണ്ട് അമ്മയ്ക്ക് വയ്യ. അങ്ങനെ രാവിലെ പിന്നെ കുക്കുവിന് ഇന്ന് അവധി ആയതുകൊണ്ട് കുക്കുവിൻ്റെ കൂടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ECG ഒക്കെ എടുത്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ പോലെ ഉണ്ട്. അമ്മ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നെഞ്ച് രോഗത്തിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ് ഇല്ലേ, അങ്ങനത്തെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ ഇല്ലായിരുന്നു. കാർഡിയോളജിയുടെ ഡോക്ടറെയൊക്കെ നമ്മൾ നേരത്തെ അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞ സമയത്ത് ECG എടുത്തു. ECGക്കകത്ത് വേരിയേഷനൊന്നുമില്ല. അവർ പറഞ്ഞ് നെഞ്ചുവേദനയാണെന്ന് പറയുന്നതിന് എക്കോ എടുക്കാൻ, എമർജൻസി ആയിട്ട് എക്കോ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് കോഴഞ്ചേരി മുത്തൂറ്റ് പോയി. ആ രാത്രിയിൽ തന്നെ എക്കോ ഒക്കെ എടുത്തു. പിന്നെ ഡോക്ടറെ കാണിച്ചു. എക്കോയ്ക്കകത്തും വേരിയേഷനൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാർഡിയോളജി സംബന്ധമായ പ്രശ്നങ്ങളല്ല അമ്മയ്ക്ക്. അപ്പോൾ അതിൻ്റെ മാത്രം നോക്കുന്ന ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഡോക്ടറുള്ള ദിവസം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയി കാണണം. ഇന്ന് പിന്നെ കുറച്ച് BP ഒക്കെ കൂടുതലാണ്. രാവിലെ ഗുളികയൊന്നും കഴിക്കാതെ പോയത്. അപ്പം ഗുളികയൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഇവിടുന്ന് എടുക്കും. നമുക്ക് ജോലിയൊക്കെ ഒതുക്കി കുളിച്ചിട്ട് അങ്ങോട്ട് പോവാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനകത്തോട്ട് ഇട്ടോളാം. എത്ര വേണേ കൊണ്ടുവന്നോ കേട്ടോ. ഇത് എവിടുന്നാ സുധീഷേ? ഈ രണ്ട് മുറിക്കകത്തെ നമ്മള് ഒരു കാര്യത്തിന് വിളിച്ച് എന്നെ 10 വട്ടം പറയിപ്പിച്ചിട്ടാ വരുന്നത്.
പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. ഇന്നലത്തെ പോലെ വന്നു, കുളിച്ച് ജപിച്ചു. ഇനി അങ്ങോട്ട് പോകാൻ തുടങ്ങുക. അമ്മ അവിടെ അവിയൽ വെക്കാനുള്ളതൊക്കെ അരിയുമായിരുന്നു കേട്ടോ. ഒത്തിരി കഷ്ണമൊന്നുമില്ല, ഉള്ളതൊക്കെ വെച്ച് ഒരു കുഞ്ഞ് അവിയൽ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ അത് എടുക്കുമായിരുന്നു. വൈകുന്നേരം ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വൈകിട്ട് അവിയൽ വെക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ പറയുന്നത്, കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണം എന്ന് ഓർത്തതാണ്. പിന്നെ ഇങ്ങനെ പോരുന്നു. ഒത്തിരി ദിവസമായി പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് അമ്മ ഒരു അവിയൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ദിവസം അവിടെ കിടന്ന് ഇന്ന് ഈ പോരണമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാ, ഇന്ന് 1-ാം തീയതിയാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോൾ പോയിട്ട് വരാം. ഞങ്ങളിങ്ങും വന്നു. സുരേഷ് കൊടുക്കല്ലേ പഴുത്തമാണ്. പഴുത്തമാങ്ങയൊക്കെ നല്ലതാട്ടോ. ഇന്നലെ എവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ പോയി എനിക്ക് കൊടുത്തു തന്നില്ല. അമ്മേ സ്റ്റോറേജ് ഇല്ല. ചോറിന്റെ മേലെ വെച്ചേ ചൂടാക്കി അത് കുറച്ചേ എടുത്തുള്ളൂ. എനിക്ക് വേണേ വേറെ വരാം. അമ്മയ്ക്ക് വേണ്ടേ വേറെ എടുക്കണോ? 8 മിനിറ്റ് കൂടിയുണ്ട്. കഴിച്ചോ? തിളങ്ങുന്നു വീഡിയോക്കകത്ത്. തൊലി തിന്നണ്ട കേട്ടോ അമ്മ, തൊലി തിന്നല്ലേ. ആണോ? കൂടി തിന്നാണ്. അടുത്ത ദിവസം നിൽക്കുന്നു. മതി മോനിക്കുട്ടനെ ഇന്ന് എനിക്ക് ചോറ് വിളമ്പുന്ന ഇച്ചിരി മതി. അമ്മ കുളിച്ചിട്ട് വാമേ. ആ ചേർത്ത് പിടിക്ക് പാത്രം. അവിയൽ, മീൻകറി. മീൻകറിയാണോ ചിക്കനാണ്? മതി. ഇന്നത്തെ അത്താഴത്തിന് ചോറ്, മോരുകറി, ചിക്കൻ കറി, അവിയൽ. അങ്ങനെയുണ്ട്. കഴിക്കട്ടെ. വലിയ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാനില്ലേ. ഇല്ലേ മോനിക്കുട്ടൻ ചോറ് വിളമ്പുന്നേ ഉള്ളൂ. എനിക്ക് വിളമ്പി തന്നു. അമ്മ കഴിക്കുന്നില്ല. അമ്മ അതിപ്പോൾ 1 മഗ് വെള്ളം 2 മഗ് വെള്ളം കുടിച്ചോളാം. അമ്മയ്ക്ക് കഴിക്കാൻ പറ്റിയ ശ്വാസം മുട്ടും. കഴിച്ചിട്ട് കിടക്കട്ടെ. നാളെ കാണാം. തമ്പുരാൻ ചോറ് വിളമ്പോ. തമ്പുരാനുള്ള ചോറ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.